അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. വൈദ്യുതിയോ മൊബൈലോ ഇൻ്റർനെറ്റോ ഇവർക്ക് വേണ്ട. നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലേ? നമുക്ക് ഒരു ദിവസം ഒരു സെക്കൻഡ് പോലും ഇൻ്റർനെറ്റ് കട്ടായി കഴിഞ്ഞാൽ ആകെ പരാക്രമമാണ് ആളുകൾക്ക്. എന്നാൽ ഇവർ നമ്മുടെ തൊട്ടടുത്താണ് ഇവരും ജീവിക്കുന്നത്. ശാന്തിയും സമാധാനവും കളിയാടുന്ന സ്വയം പര്യാപ്തമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വൈദ്യുതിയോ മൊബൈലോ ഇൻ്റർനെറ്റോ ഗ്യാസോ ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ഇക്കാലത്ത് ആർക്കെങ്കിലും സങ്കല്പിക്കാനാകുമോ? എന്നാൽ അധികം അകലെയല്ലാതെ അത്തരം ഒരു ഗ്രാമമുണ്ട്. ഏതെങ്കിലും ഉൾക്കാട്ടിലോ പർവ്വത പ്രദേശങ്ങളിലോ അല്ല ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ആധുനിക ജീവിതശൈലിയുടെ എല്ലാ കൃത്രിമ സുഖസൗകര്യങ്ങളും ഒഴിവാക്കി ശാന്തിയും സമാധാനവും മാത്രം ലക്ഷ്യം വെച്ചു കൊണ്ടാണ് ഇവരുടെ ജീവിതം. ഇനി ഗ്രാമത്തെക്കുറിച്ച് പറയാം. ആന്ധ്രാപ്രദേശിലെ ശ്രീകാക്കുളം നഗരത്തിന് സമീപമാണ് കൂർമ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. 60 ഏക്കറിൽ പരന്നു കിടക്കുന്നതാണ് ഈ പ്രദേശം. നന്ദഗോകുലം ഗോശാല ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ 2018 ഈ ഗ്രാമത്തിൻ്റെ തുടക്കം. ഇസ്കോണാണ് ഇതിൻ്റെ സ്ഥാപകർ. നിലവിൽ 80ഓളം താമസക്കാരാണ് ഇവിടെയുള്ളത്. കോൺക്രീറ്റിന് പകരം മൺകട്ടകൾ കൊണ്ടാണ് ഇവിടെ വീടുകൾ. ഇരുമ്പും സിമൻറ്റും ഇവിടെ പടിക്ക് പുറത്താണ്. പരമ്പരാഗത രീതിയിൽ ചുണ്ണാമ്പ്, മണൽ, ശർക്കര, തുവരപ്പരിപ്പ് എന്നിവ ഉപയോഗിച്ചാണ് ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഹാളും അടുക്കളയും 2 കിടപ്പുമുറികൾ ആണ് ഒരു വീടിനുള്ളത്. ഹാളിനോട് ചേർന്ന് തന്നെയാണ് പൂജാമുറിയും അടുക്കളയും സജ്ജീകരിച്ചിരിക്കുന്നത്. വിറകടുപ്പ് അടക്കം പരമ്പരാഗതമായ എല്ലാ വസ്തുക്കളും അടുക്കളയിൽ ഉണ്ട്. തികച്ചും സ്വയം പര്യാപ്തമാണ് കൂർമ ഗ്രാമം. ഭക്ഷണവും വസ്ത്രവും അടക്കം ഇവിടെയുള്ള മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും ഗ്രാമത്തിൽ തന്നെ നിർമ്മിക്കും. ജൈവ കൃഷിയാണ് പിന്തുടരുന്നത്. അലക്കാനോ കുളിക്കുവാനോ ഉള്ള സോപ്പിന് പോലും പുറം ലോകത്തെ ആശ്രയിക്കാറില്ല ഇവർ. പുലർച്ചെ 4:30 ഈ ഗ്രാമം ഉണരും. ആരതി, പ്രഭാതസ്തുതിയും എന്നിവയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. തുടർന്ന് ഇവർ ജോലികളിൽ മുഴുകും. കൃഷി, വീടുകളുടെ നിർമ്മാണം, നെയ്ത്ത് എന്നിവയാണ് പ്രധാന തൊഴിൽ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യമാണ്. വൈദിക ശാസ്ത്ര പഠനത്തിനാണ് ഇവർ പ്രാമുഖ്യം നൽകുന്നത്. ആന്ധ്ര, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലും പരിശീലനം നൽകുന്നുണ്ട്. താമസക്കാരിൽ മിക്കവരും ലക്ഷങ്ങൾ ശമ്പളം ലഭിക്കുന്ന ജോലിയും സമ്പന്നമായ ജീവിതവും ഉപേക്ഷിച്ച് വന്നവരാണ്. പണം കൊണ്ട് മാത്രം ശാന്തിയും സമാധാനവും കണ്ടെത്താനാകില്ലെന്ന തിരിച്ചറിവാണ് ഇവരെ ഇവിടെ എത്തിച്ചത്. ഭാരതത്തിന് അകത്തും പുറത്തു നിന്നും നിരവധി സഞ്ചാരികൾ ഗ്രാമത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നുണ്ട്.